അമ്മ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും കിട്ടിട്ടാ. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മത്തങ്ങയും പയറും കൊണ്ടൊരു എരിശ്ശേരി. മത്തങ്ങയും പയറും. അപ്പൊ എലിശ്ശേരി വരെ നമ്മൾ എത്തി. എരിശ്ശേരി അല്ല എരിശ്ശേരി. എരിശ്ശേരിയാ. അപ്പൊ മത്തങ്ങ ഇത് പച്ചമത്തങ്ങാണ്, പഴുത്തതല്ല. പിന്നെ പയറ് വേവിച്ചിട്ടുണ്ട്. ഇതിന് വേവില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ കുറച്ച് നാളികേരം ജീരകം കൂടി ചതച്ചത്, പിന്നെ കുറച്ച് വറവിടാനുള്ള നാളികേരം, മുളക് പൊടി, ഉണക്കമുളക്, കറിവേപ്പില, കടുക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് വേണ്ട. ജസ്റ്റ് അത്ര മതി. അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചു. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ ഇട്ടു. അപ്പോൾ ഈ ഒരു സംഭവം വരെ നമ്മൾ എത്തിയില്ലേ. അപ്പോൾ മത്തങ്ങ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കേ. പിന്നെ അപ്പോൾ നമ്മൾ ഓണത്തിന്റെ ഇലയുടെ സൈഡിൽ വെക്കുന്ന ഒരു ഐറ്റം വരെ നമ്മൾ അങ്ങനെ എത്തി തുടങ്ങിയല്ലമ്മ. അല്ലമ്മ, എന്നാലും നമ്മുടെ ഒരു ശ്രമം തുടങ്ങി. അപ്പോൾ മഞ്ഞപ്പൊടി, ഇനി അച്ചാറ് കാണിച്ചൊരു ഇതൊരു ഐറ്റമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. മുളക് പൊടി ആവശ്യത്തിന്, അധികമൊന്നും വേണ്ടല്ലോ. എടാ, അച്ചാരം നീ പുച്ഛിക്കരുത്, അതും ചില സമയത്ത് ആവശ്യമാണ്. നല്ല എല്ലാത്തിനും അതിൻ്റെതായ സമയം വരും. ദാസാവറയും പോലെ അല്ലേ. ഉപ്പ്, കല്ലുപ്പ്. നമുക്കിത് അടച്ചു വെക്കാം. ഓക്കെ. അടച്ചു വെക്കുമ്പോൾ ഞാൻ അമ്മനെ ചില കാര്യങ്ങൾ ചോദിക്കാം. അതിൽ അമ്മന് മറുപടി പറയണം. അത് സ്വാഭാവികമാണല്ലോ. എല്ലാ ദിവസവും അതന്നെയാണല്ലോ എനിക്ക് അമ്മയ്ക്ക് പണി അല്ലേ. ആൾക്കാർ പറയും ഈ മകനേറ്റ വിടൂല്ല, ഈ അമ്മയേറ്റ നിർത്തൂല്ല. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണ കാര്യമാണ്. പക്ഷെ എന്നാലും ഈ അമ്മയും മോനും വന്നിട്ട് പറഞ്ഞുകൊണ്ടേ ഉണ്ടാവും പറയും അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താ പറയാ അമ്മ, ഇപ്പോൾ എല്ലാവരും ഒരു കാര്യം പറയും. എന്താ അറിയോ, നമ്മൾ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ്നെസ്സിന് അതിനെപ്പറ്റി മാത്രം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കണം. ഒരുവിധം ആൾക്കാരൊക്കെ പറയുന്ന ഒരു രീതി നിങ്ങൾ കേട്ടോളൂ. എല്ലാവരും എവിടെ പോയാലും തനിക്ക് ബുദ്ധിയുണ്ടെന്ന് തോന്നുന്ന വ്യക്തികൾ മുഴുവൻ പറയണം എന്താ അറിയോ, നിങ്ങൾ എന്തിനാണ് ഈ നെഗറ്റീവ് പറയുന്നത്, നെഗറ്റീവ് ചിന്തിക്കുന്നത്? അത് ഞങ്ങളുടെ ജീവിതത്തെ ഫുള്ള് ഡാർക്കാക്കി ആക്കി കളയും. നമ്മൾ ഏത് നേരവും പോസിറ്റീവിനെ പറ്റി മാത്രം ചിന്തിക്കുക. അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. ഒരാളുടെ ജീവിതത്തിൽ ഒരു ആത്മാർത്ഥമായൊരു സുഹൃത്തിനെ കാണണം. സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ ദിവസം നമ്മുടെ സന്തോഷങ്ങൾ മാത്രം പങ്കുവെക്കുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ സുഹൃത്ത് പറയും, അഹങ്കാരി, ഇവൻ്റെ ജീവിതത്തിൽ എന്താ ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ലേ, ഇവന് ദുഃഖം ഉണ്ടായിട്ടില്ലേ. അതിൻ്റെ പകരം ഒരു ദുഃഖത്തെ നിങ്ങൾ പങ്കുവെച്ച് നോക്കൂ. ആ ആത്മാർത്ഥ സുഹൃത്ത് ഒന്നും കൂടി ആത്മാർത്ഥമായിട്ട് മാറും. ഇപ്പോൾ നോക്കൂ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു സംഭവം എന്താ അറിയോ, ദുഃഖമാണ്. സന്തോഷം അങ്ങനെ വിറ്റ് പോകാറില്ല. സന്തോഷം കൂടുതൽ പ്രകടിപ്പിച്ചാൽ എന്ത് പറയോ, അഹങ്കാരിയാണ് പറയും, അല്ലെങ്കിൽ തരക്കനം കൂടുതലാണ് പറയും. ദുഃഖം ഉണ്ടെങ്കിലും സന്തോഷം കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും ചിലർ. അപ്പോഴും പറയാറുണ്ട് അവൻ്റെ അഹങ്കാരം പറയും. പക്ഷേ ഒരു ഇത്തിരി 2 തുള്ളി കണ്ണീര് അമ്മ കണ്ടിട്ടുണ്ടാവും പല ഷോകളിലൊക്കെ. അവിടെ വന്ന് 2 തുള്ളി കണ്ണീരിടുമ്പോഴൊക്കെ അവർക്ക് ഓട്ടായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ആവട്ടെ, ജനങ്ങളെ ആവട്ടെ, സുഹൃത്തുക്കളെ ആവട്ടെ, നമ്മുടെ അടുത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റിയൊരു മാർഗം കൂടി നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോഴാണ്. കാരണം ദുഃഖം പങ്കുവെക്കാനാണ് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ വേണ്ടത്. ബന്ധങ്ങൾ വേണ്ടത് അതിനാണ്. സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ബന്ധമില്ലെങ്കിൽ എവിടെയെങ്കിലും പോണ പിടിച്ചു വാ, എനിക്ക് സന്തോഷമുണ്ട്, നീ ഒന്ന് പങ്കിട്ട് പൊക്കോളും അല്ലേ. പക്ഷെ ദുഃഖമാണ് പങ്കിട്ട് പോവുക. ദുഃഖം പങ്കിടുമ്പോഴാണ് ഇവൻ്റെ ഈ ദുഃഖം കൂടി എന്നോട് പറഞ്ഞല്ലോ എന്നൊരു സ്നേഹം കൂടി ഉണ്ടാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ നെഗറ്റീവ്നെസ് പറയണത് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന തെറ്റാണെങ്കിലും ഈ നെഗറ്റീവ്നെസ് നമ്മൾ ചിന്തിക്കണതോ ഓർക്കണതോ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് എന്തൊക്കെയോ ദുഃഖം തന്നില്ല കുറേ സംഭവങ്ങൾ. അതൊക്കെയാണല്ലോ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുക. ആ പാസ്റ്റ് അത് ഫ്യൂച്ചറിലും ഉണ്ടാവും, പാസ്റ്റിൽ മാത്രം നിൽക്കില്ല. ഇപ്പോൾ നമ്മൾ വിചാരിക്കാൻ പറ്റില്ല എൻ്റെ പിൻകാലം മുഴുവനും ഒരുപാട് ദുഃഖങ്ങളുണ്ടായിരുന്നു, ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ദുഃഖം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? അത് വന്നു പോയിക്കൊണ്ടേ ഉണ്ടാവും. കാരണം അത് വരാതെ ഇരിക്കുകയില്ല. കാരണം അത് വല്ലാത്തൊരു സംഭവമാണ്. കാരണം വിരുന്നുകാരടക്കം പറഞ്ഞു വരും, ഇത് പറയാതെ വരും. ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് ആരാണ്? ദുഃഖം. സന്തോഷം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്നെങ്കിൽ വന്നു, ഇല്ലെങ്കിൽ ഇല്ല, നിൽക്കില്ല, പെട്ടെന്ന് അങ്ങോട്ട് പോയി കളയും. അപ്പോൾ എന്താണ് ഈ നെഗറ്റീവ്നെസ്സിനെ പറ്റി അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയൊക്കെ പറയും, എങ്ങനെയാണത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്? പറയൂ സ്വാമിജി. അല്ല പറയൂ അമ്മേ. അതെന്താ അറിയോ,
അപ്പം നമുക്ക് നെഗറ്റീവ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കുറേ സംഭവങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കരുതെന്ന് പറയുന്നത് ശരിയാണ്, മുഴുവനായിട്ട് ശരിയല്ല. കാരണം ചിലപ്പോഴെങ്കിലും നമ്മളത് ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവാനുള്ള വഴി നമുക്ക് ഉണ്ടാക്കിയവരുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരാളിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ ദുഃഖത്തിലോ ഒരു ദുരനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോൾ അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ വ്യക്തിയെ വെറുക്കരുത്. കാരണം ആ വ്യക്തിയെ നമ്മൾ വെറുക്കണ്ട, പക്ഷെ ആ വ്യക്തി തന്ന അനുഭവം ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലേക്ക്, അത് നമ്മൾ എന്നും ഓർക്കണം, അതൊരു പാഠമാക്കി എടുക്കണം. കാരണം ഇനിയൊരു ദുരന്തം നമുക്ക് വരാതിരിക്കാൻ, ആരിൽ നിന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഉൾക്കൊണ്ട് നമ്മൾ അത് മറക്കരുത്. കാരണം അതിൽ അറിയാത്തൊരു പാഠം കൂടി ഇല്ലേ, ഏത് വ്യക്തി എപ്പോ എങ്ങനെ മാറുമെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ നാളെ ഇത് വീണ്ടും സംഭവിക്കാന്നുള്ള ചിന്ത നമുക്കുണ്ടാവും അല്ലേ. അത് പാസ്റ്റ് മാത്രമല്ല, ഫ്യൂച്ചറിലും വരാം. അപ്പൊ നമുക്ക് എന്താ പറഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും ആ അനുഭവങ്ങളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. ആ അനുഭവം മുഴുവൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതാനുഭവത്തിന് ഒന്നും പഠിക്കാൻ പറ്റില്ല. നമുക്ക് ആ പാഠം ഉൾക്കൊള്ളണം. നമ്മൾ ഇനിയൊരു ചതിയിലേക്ക് വീഴാണ്ടിരിക്കുക, ഇനിയൊരു ദുരന്തത്തിലേക്ക് പോകാണ്ടിരിക്കുക, അത് നമുക്ക് അത്യാവശ്യമാണ്, അത് ഓർക്കേണ്ടത്. പക്ഷേ ആ അനുഭവം തന്ന വ്യക്തിയെ നമ്മൾ ശത്രുവായി ഒരിക്കലും കാണരുത്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ശത്രുവായി ഒരാളെ കാണുമ്പോൾ നമ്മുടെ തന്നെ ഒരു സമാധാനമാണ് നമുക്ക് ഇല്ലാണ്ടാവുന്നത്. കാരണം ഒരു ഉദാഹരണം പറയാം, നമ്മുടെ കയ്യിലൊരു തീകോട എടുത്തിട്ട് നമ്മൾ എറിയും, മറ്റൊരാളെ എറിയുമ്പോൾ ആദ്യം പൊള്ളുന്നത് നമ്മുടെ കൈയായിരിക്കും. തീർച്ചയായും നമ്മളെന്ത് വിചാരിക്കും, ഈ തീക്കട്ടയും കൊണ്ട് അവനെ പൊള്ളുന്ന വിചാരിക്കുക, പക്ഷെ പിടിക്കുന്ന കൈയായിരിക്കും, പിടിക്കുമ്പോൾ നമ്മുടെ കൈയായിരിക്കും ആദ്യം പൊള്ളുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതുപോലെ തന്നെയാണ് ഒരു ശത്രു മനോഭാവത്തോടെ ആരോടും പെരുമാറരുത്. അവരുടെ ഇത് ചെയ്തു, അത് അവരുടെ എന്താ പറയുക, അവരുടെ ഒരു എന്താ പറയുക, അവരത് ചെയ്തു എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ തന്ന ആ അനുഭവം നമുക്കൊരു പാഠമാക്കി നമ്മൾ എടുക്കുക. അതിനെന്നും നമ്മൾ ഓർക്കണം. ഇടയ്ക്കൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും നമ്മൾ അവരങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഓർക്കല്ല. ചില സമയങ്ങളിൽ നമ്മളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം വേറൊരു ദുരന്തം നമ്മൾക്ക് ഇനിയും നമ്മുടെ ജീവിതത്തിൽ വരാണ്ടിരിക്കാൻ അതൊരു നല്ല ഒരു പാഠമാണ്. ചിലപ്പോൾ വല്ലതും സ്നേഹം നടിച്ച് നമ്മുടെ ഒരുപാട് മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. നാളെ സ്നേഹം ഇതുപോലെ കാണിച്ചു വരുമ്പോൾ ഇങ്ങോരെ കൊണ്ടും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നുള്ള മുൻധാരണ നമുക്കുണ്ടാവും. എന്നാ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിന്റെ കോണിൽ ഉണ്ടാവും. അതേപോലെ നമുക്കതിനെ ശ്രദ്ധിക്കാൻ പറ്റും. അതായത് ഇത് ഇങ്ങനെ ഈ വഴിക്ക് പോകണ്ടല്ലോ, ഇത് അതുപോലെ ആവോ എന്ന് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. അതേപോലെ ദുരനുഭവം ഉണ്ടായൊരു വ്യക്തിക്ക് അതുകൊണ്ട് ഒരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പാഠം നാളെ ഉപകാരപ്പെടും. കാരണം ഒന്നങ്ങനെ സംഭവിക്കുമ്പോൾ മുൻകൂട്ടി നമുക്ക് ചില സൂചനകൾ കിട്ടും, ഇതെങ്ങനെയാണ് ആവാൻ പോണത്, ഇത് ഞാനൊന്ന് ശ്രദ്ധിക്കണം, ഒന്നിലേക്കും അമിതമായി നമ്മൾ അടുക്കരുത്, അടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നുള്ള ഒരു ലെസൺ നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ. അതുകൊണ്ട് ചില നെഗറ്റീവ്നെസ്സിനെ നമ്മുടെ ഇടയ്ക്കൊന്ന് എടുത്ത് നമ്മുടെ മനസ്സിൽ ഇടയ്ക്ക് എപ്പോഴെങ്ങനെ ഓർത്തു, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തായിരുന്നു എൻ്റെ തെറ്റ്, ഞാൻ എന്താണ് എന്തായിരുന്നു കാരണം, ആ വീഴ്ചയ്ക്ക് ഓർമ്മ വെക്കാൻ, പിന്നെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, എന്താണ് പാസ്റ്റിൽ മാത്രമാണ് നെഗറ്റീവ് ഉള്ളത്, നാളെ എന്ത് സംഭവിക്കും നമുക്ക് പറയാൻ പറ്റുമോ. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നമ്മുടെ ജീവിതത്തുല്യം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൊണ്ടായിരിക്കും നാളെ നമുക്ക് പുതിയ രീതിയിലുള്ള ഒരു അനുഭവം കിട്ടുക. ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നമുക്ക് അനുഭവങ്ങളും ദുരനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഉണ്ടാവും. പക്ഷേ എല്ലാം അവസാന ശ്വാസം വരെയും പാഠം തന്നെയാണ്. എനിക്കിത് അത്രയും വയസ്സായി, എൻ്റെ ജീവിതം അവസാനിച്ചു എന്നൊന്നും പറയാറായിട്ടില്ല. കാരണം അവസാന നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം വേണ്ടി ദൈവം ഒരു പാഠം പഠിപ്പിച്ചു. നമ്മുടെ ഇവിടെ വിട്ടത് വെറുതെ കുറെ സുഖിച്ച് ജീവിക്കാനൊന്നല്ല, ദുഃഖവും സന്തോഷവും എല്ലാം അനുഭവിച്ച് ഇനിയൊരു തലമുറയ്ക്ക് പകർന്നു നൽകാനും കൂടിയാണ്. കാരണം അനുഭവങ്ങൾ എങ്ങനെയാണ്, പണ്ട് എങ്ങനെയാണ് കാരണന്മാർ നമ്മളോട് പറഞ്ഞു തരാം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കുമെന്ന് എങ്ങനെ പറഞ്ഞു, അവരുടെ അനുഭവം കൊണ്ട് പറഞ്ഞു. അതുപോലെ ഓരോ വ്യക്തിക്കും ജീവിതത്തിൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇത് മൂന്നും അത്യാവശ്യമാണ്. മൂന്നിൽ നിന്നും നന്മയുള്ളതിനെ നമുക്ക് എങ്ങനെയാണ് നന്മയുണ്ടായെന്ന് പഠിക്കാനും പറ്റും, എങ്ങനെയാണ് നമുക്ക് തിന്മയുണ്ടായി, നിൻ്റെ ഭാഗത്തുനിന്ന് വന്ന പാഴ്ച എവിടെയാണ്, എങ്ങനെയാണ് മറ്റുള്ളവർ പറ്റിക്കാൻ നീ ഇരയായിപ്പോയത് എന്നും കൂടി നമുക്ക് പഠിക്കാനുണ്ടാവും അതിൽ, അല്ലേ?
അല്ലാണ്ട് മറ്റുള്ളവരെ ശത്രുതയോടെ കാണണം എന്നൊരു അങ്ങനെ ആരെയും കാണരുത്. നമ്മൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ കണ്ടാൽ നമ്മൾ ഒരാളിനെ ശത്രുതയായിട്ട് കാണുമ്പോൾ എന്താ സംഭവിക്കുക അറിയോ? നമ്മുടെ എനർജി നമ്മൾ ഒരുപാട് വേസ്റ്റ് ചെയ്ത് നമ്മുടെ ആരോഗ്യം നമ്മുടെ ചിന്തകളൊക്കെ മോശമായി. അവരെ കുറിച്ച് നമ്മൾ ശത്രുത മനോഭാവത്തോടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷമാണ് അവിടെ ഇല്ലാണ്ടാവുന്നത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ എന്താ വിചാരിക്കുന്നത് അറിയോ? അവരങ്ങനെ അവരിങ്ങനെ അവരതാവണം അവരിതാവണം അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തു. ഇതന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം സമാധാനം ഒക്കെ നഷ്ടപ്പെടുക. അത് നമ്മൾ ശ്രദ്ധിക്കില്ല പലരും. നമ്മുടെ ആരോഗ്യം പോകുമ്പോൾ അതുകൊണ്ട് അസുഖം വരും. വന്നു പോയി. പക്ഷെ ആ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലൊരു കോണിൽ വെക്കുക എന്നല്ലാണ്ട് ആ മനുഷ്യനെ നമ്മൾ ഒരിക്കലും ശത്രുതയോടെ കാണാൻ പാടില്ല. ഒന്ന് പറയല്ലോ, ഈ സമയം കടന്നു പോകുമെന്നും പറയും, ഇനിയും നീ ഒരുപാട് കാണാനുണ്ടെന്നും പറയും. ജീവിതം അങ്ങനെയാണ്. ഏത് നിമിഷം നമുക്ക് എന്ത് തരണം ചെയ്യാനുള്ള ശക്തി ഉണ്ടാവും. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇന്നത് നമുക്ക് സംഭവിക്കും, ഇന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കരുതിയ വലിയൊരു വിശ്വാസം അടക്കം ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകും. അതന്നെയാണ് ജീവിതം. നിമിഷം വരെ ഒരാളെ അല്ലെങ്കിൽ ഒന്നിനെ നമ്മൾ വിശ്വസിക്കരുത്. അവസാന നിമിഷം വരെ അതെന്നെ എനിക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. ഏത് നിമിഷം വേണം തകർന്നടിഞ്ഞു പോവുക. മനുഷ്യനാണ്, ജീവിതമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ ഒരുപാട് പറയില്ലേ, അയ്യോ അവൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, ആരുമില്ലാണ്ടായി. ആരുമില്ലാതെ ആർക്ക് വേണമെങ്കിലും. അതുപോലെ ഒരു നിമിഷം കൊണ്ട് ആരും ഇല്ലാണ്ടായവൻ എല്ലാവരും ഉണ്ടാവണം മതി. ഇതെല്ലാം ആ സർവശക്തൻ്റെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം കൂടെ നടന്നുകൊണ്ടേ ഉണ്ടാവും. ഒരു കാരണവശാലും ഇത് നമുക്ക് തടയാനും പറ്റില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അപ്പം അമ്മയൊക്കെ കാണുന്ന സീരിയലിൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് വേണമെങ്കിൽ നമുക്കത് ഊഹിക്കാൻ പറ്റും. അതൊരു എഴുത്തുകാരൻ്റെ കഴിവാണ്, ഒരു മനുഷ്യൻ്റെ കഴിവാണ്. പക്ഷേ സർവശക്തൻ്റെ ഒരു എഴുത്തുണ്ട്. ഒരു മനുഷ്യനും അതിൻ്റെ അടുത്ത വരി എന്താണെന്ന് നമുക്ക് അറിയുമ്പോഴില്ല. ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊന്ന് ഗ്ലാൻസ് ചെയ്യാൻ പറ്റും എന്തായിരിക്കും ക്ലൈമാക്സ്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും, അടുത്ത എപ്പിസോഡ് ഇങ്ങനെ ആവും എന്നൊക്കെ ചിന്തിക്കുക. പക്ഷേ ജീവിതത്തിൽ അടുത്ത നിമിഷം എന്താണെന്ന് ചിന്തിക്കാൻ ദൈവം നമുക്കൊരു സൂചനയും തന്നിട്ടില്ല. അപ്പോൾ ആ എഴുത്തുകാരൻ ഒരു വിദഗ്ധനായ എഴുത്തുകാരനാണ്. ലോകത്ത് ഒരു എഴുത്തുകാരായാലും മുമ്പർത്ത് വരാത്തത് കൊണ്ട് തന്നെ ആ ഭഗവാൻ ഓരോ ദുഃഖങ്ങൾ തന്നിട്ട് നീ എന്ത് പഠിച്ചു എന്ന് എഴുതുണ്ടാവും. ഇനിയും നൽകാൻ ഇവൻ ശക്തനാണോ എന്ന് നോക്കിക്കൊണ്ടുണ്ടാവും കേട്ടോ. ശക്തർക്കാണ് അത് നൽകുള്ളൂ. ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, എൻ്റെ ജീവിതത്തിൽ ഇതന്നെയാണ് എൻ്റെ എല്ലാം, ഇതുപോലെ തന്നെ ഞാൻ അവസാനം വരെ ജീവിക്കുന്ന എനിക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഞാൻ തന്നെ അറിയാണ്ടായിരിക്കും മാറിപ്പോവുക അല്ലേ. അപ്പം ഒരു ആൾക്കും പറ്റില്ല, അയ്യോ ഇത് എൻ്റെ ജീവിതം ഞാൻ ഇതേപോലെ കൊണ്ടുപോകും, ഞാൻ ഇതേപോലെ തന്നെ അവസാനം വരെ ജീവിക്കുന്നു, ഒരിക്കലും ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല അല്ലേ. അതുപോലെ ഒരു ആളെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല, ഇനി അവനെ കൊണ്ട് എനിക്കൊരു ഉപകാരമേ വേണ്ട, അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആ മനുഷ്യനായിരിക്കും. ചിലപ്പോൾ ജീവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ ഒരാൾക്ക് ഉപകാരി തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ഉപകാരം ഇല്ലാണ്ട് പോവുകയില്ല. അതേപോലെ ഏറ്റവും വലിയ പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകൃതി കാണിച്ചു തന്നെ ഒരു രാത്രി കഴിഞ്ഞ ഒരു പകലുണ്ട് പറയും പോലെ എത്ര വലിയ ഇരുട്ടുണ്ടെങ്കിലും ഒരു ദിവസം വെളിച്ചുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് ജീവിതം. ഒരുപാട് ദുഃഖങ്ങളും അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ്നെസ് ജീവിതത്തിൽ വന്നിങ്ങനെ നിറയുമ്പോൾ പറ്റുമെങ്കിൽ അതിന് ചില പാഠങ്ങൾ പഠിക്കുക. ഒരു വിശ്വാസം മാത്രം ഒരു വിശ്വാസം മാത്രം മനസ്സിൽ ഉറച്ച് വിശ്വസിക്കുക, നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മറികടക്കാൻ പറ്റുന്നുള്ളത്. അതന്നെയാണ് പോസിറ്റീവ്നെസ് അല്ലേ. തളരരുത് എന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ യഥാർത്ഥമായ പോസിറ്റീവ്. തളരരുത് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം അല്ലേ. അതുപോലെ തന്നെ ആരും സെൽഫ് മെയ്ഡ് അല്ല എന്ന് വെച്ചാൽ നമ്മളൊന്നും സ്വയംഭൂവായിട്ട് വന്നിട്ടില്ല. നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരച്ഛനിൽ നിന്നും ഒരു അമ്മയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഉണ്ടാവണത്. ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ വിശ്വാസം നമ്മുടെ പിന്നാമ്പുറത്തുണ്ട്. നിന്നെ എനിക്ക് വിശ്വാസമാണെന്ന് പറയാം. ഒരാളെങ്ങനെ ഈ ഭൂമിയിൽ ഉണ്ടാവും. ആ ഉണ്ടായ ഒരാൾ ആര് വേണമെങ്കിലാവാം, മാതാപിതാക്കളാവാം, ആര് വേണമെങ്കിലാവാം. അങ്ങനെ ഒരാൾ നമ്മളെ വിശ്വസിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരാൾ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. നീ മുന്നോട്ട് പോകും, നന്നായി വരും, നിനക്കൊരു ജീവിതം ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ഒരാൾ നമുക്ക് നൽകിയിട്ടുണ്ടാവും. അതുതന്നെയാണ് ജീവിതം. ഒരാളിൽ നിന്നും മേടിച്ചിട്ട് വന്നാണ് നമ്മളിത് മുഴുവനും. ജന്മം മാതാപിതാക്കൾ നൽകുന്നു, അത് നമ്മൾ നേടിയെടുത്ത് ഇങ്ങോട്ട് വരുന്നു. അത് കഴിഞ്ഞ് നിന്നിലൊരു വിശ്വാസം അർപ്പിക്കുന്നു, നീ ഇങ്ങനെ ആവും, നീ മുന്നോട്ട് പൊക്കോന്നൊരു പ്രചോദനം ഉണ്ടല്ലോ, അത് നമുക്ക് ബാല്യത്തിൽ കിട്ടുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് അനുഗ്രഹങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നമുക്ക് വേറെ കിട്ടുന്നു. അപ്പോൾ ഈ ചുറ്റുവട്ടങ്ങളൊക്കെ കിട്ടുന്നൊരു അനുഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മൾ വാങ്ങുന്നതല്ലേ. അപ്പോൾ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ എവിടെയാണ് സെൽഫ് മെയ്ഡ്?
വി ആർ നോട്ട് സെൽഫ് മെയ്ഡ്. നമ്മൾ ഒരിക്കലും സെൽഫ് മെയ്ഡ് അല്ല. നമ്മളെല്ലാം ഒരാളിൽ നിന്ന് പേടി. ഒരു വ്യക്തിയെങ്കിലും വേണം, നിന്നിൽ എനിക്ക് വിശ്വാസമുണ്ട്, നീ നന്നാവും, നീ ഇന്ന അക്ഷരം പഠിക്കണമെന്ന് പഠിപ്പിച്ചു തരാൻ ഒരാൾ വേണം, ഇതാണ് ജീവിത വഴിയെന്ന് കാണിച്ചു തരാൻ ഒരാൾ വേണം. അങ്ങനെ ഒരാളില്ലാണ്ട് ഒരാളും ഈ ലോകത്തില്ല എന്നുള്ളതാണ് സത്യം. ജനിച്ച നാളെ തൊട്ട് നമ്മൾ ഒരാളുടെ ഡിപ്പെൻഡബിൾ ആണ്. കാരണം എന്താ പറയുക, ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ഒരു മേഖലയും കൈയെടുക്കാൻ പറ്റില്ല. അവസാന നിമിഷം വരെ, നമ്മുടെ മരണം വരെ ഒരാൾക്ക് നമുക്ക് വേണം. അപ്പം എന്താണ് സത്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത തുടക്കം മുതലേ നമ്മൾ ചിലതൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത് അനുഗ്രഹമാവാം, സ്നേഹമാവാം, വിശ്വാസമാവാം. നമ്മൾ സ്വീകരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മൾ ഓരോ പടികൾ എടുത്ത് വെച്ചിരിക്കണം, അല്ലേ? ഓരോ പാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും നമ്മൾ പലതും സ്വീകരിച്ചാണ്. അപ്പം നമ്മൾ എന്താ തിരിച്ച് ചെയ്യേണ്ടത്? ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരാൾക്ക് അത് കൊടുത്തിരിക്കും. ഇതന്നെയാണ് ലൈഫ്. കാരണം നമുക്ക് ആരോ ഈ വിശ്വാസങ്ങളൊക്കെ അർപ്പിച്ചു, നമ്മളായി. നമ്മളാവുമ്പോൾ നമ്മളായിട്ട് തന്നെ ജീവിക്കുമ്പോൾ നമ്മളിത് മറ്റുള്ളൊരാൾക്ക് കൊടുക്കും. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ കൊടുക്കലാണ്. ദൈവം നമുക്ക് തന്നു, മാതാപിതാക്കൾ നമുക്ക് തന്നു, നമ്മുടെ അതെടുത്ത് വേറൊരാൾക്ക് കൊടുക്കണോ. അങ്ങനെ കൊടുത്തു പോകുക എന്നുള്ളത് മാത്രം തന്നെയാണ് ജീവിതം. എടുത്തു വെച്ച് പോകാൻ ഇവിടെ ഒന്നുമില്ല. കാരണം ഇത്രയും സോപ്പിട്ട് കഴുകി, ഇത്രയും കോസ്മെറ്റിക്കും കാര്യങ്ങളൊക്കെ തേച്ച് വൃത്തിയാക്കി മിനുക്കി ചീന്തി മുടിപ്പിച്ചുള്ള മുടി തൊട്ട് പല്ല് വരെയുള്ള സാധനങ്ങളൊക്കെ മണ്ണിലേക്ക് പോകും. അവസാനം നീ കൊടുത്തു പോയത് മാത്രമേ ഇവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അതാണ് നീ നൽകിയ സ്നേഹം. അതെന്നും ഓർമ്മയിലുണ്ടാവും. നമ്മൾ കുന്നുകൂട്ടി പണം സമ്പാദിച്ചു വെച്ചാൽ എത്ര എണ്ണ സ്വത്തുണ്ടായാലും നമുക്ക് ഒരാളുടെ സഹായം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ആ പണം മാത്രം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരാളുടെ വിശ്വാസം നമ്മുടെ പിന്നിലുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ടാണ് നമ്മൾ മുന്നിലേക്ക് വന്നത്. ആ വിശ്വാസം നമ്മൾ ഒരാൾക്ക് കൊടുത്തിരിക്കും. അത് നിങ്ങളുടെ മക്കൾക്കായിരിക്കാം, നിങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിക്കായിരിക്കാം, ആർക്കെങ്കിലും ആയിരിക്കാം. ഒരാൾക്ക് നിങ്ങൾ ആ വിശ്വാസം കൊടുക്കും. അപ്പോൾ ആ കൊടുത്തിട്ട് തന്നെ നിങ്ങൾ പോവുള്ളൂ. ഒരാളിനെ വിശ്വസിക്കേണ്ട നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്കൊരാൾ നൽകി നമ്മൾ വേറൊരാൾക്ക് നൽകി പോകണം. മനുഷ്യൻ, ദൈവം നമുക്ക് നൽകുന്നു, നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നു. അങ്ങനെ നൽകിക്കൊണ്ട് തന്നെ ഈ ഭൂമി മുന്നോട്ട് പോയിക്കൊണ്ടേ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ജീവിതത്തിൽ ദൈവം പഠിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ തത്വം തന്നെ നൽകുക. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ഈ ഒന്നിനും കൂടുതൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മന്ദബുദ്ധികളാവുണ്ടായിരുന്നു. നമുക്കൊന്നും അറിയണ്ടാവുന്നില്ല. നമുക്കൊരു അനുഗ്രഹം കിട്ടാണ്ടിരുന്നെങ്കിൽ, ഒരു വിശ്വാസം, എൻകറേജ്മെൻറ്റ്, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടിരുന്നുണ്ടെങ്കിൽ അത് ഓരോ വ്യക്തിക്കും ഉണ്ടായിരിക്കുമല്ലോ. ഒരു വട്ടെങ്കിലും കിട്ടിയിരിക്കുമല്ലോ. അതന്നെയാണല്ലോ ഓരോരുടെ മക്കൾക്ക് നൽകുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകി, നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകുന്നു. തലമുറയായിട്ട് മനുഷ്യത്വത്തെ കൈമാറിക്കൊണ്ടു. ഇതൊക്കെ തന്നെയാണ് മനുഷ്യത്വം, അല്ലേ? അതന്നെ കൈമാറിക്കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയേ നീ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നീ പോകുമ്പോൾ ഒരു ലഗേജും നിൻ്റെ കയ്യിലില്ല. നിനക്ക് എന്ത് നൽകിയോ എന്ത് കിട്ടിയോ അത് നീ ഇവിടെ വിട്ടിട്ട് പോകും. പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി. അല്ല, പണം ഒന്ന് കയ്യിൽ വെച്ചാൽ മതി, ബാക്കിയെല്ലാം വെട്ടിപ്പിടിക്കാൻ സാധിക്കും. പണം ഒന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കുന്നോളം കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഒരാളെയും കാണാൻ പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും നമ്മളെ കാണാൻ പോകുന്നുള്ളൂ. എത്ര വലിയ വ്യക്തിയാണെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരുത്തിയിട്ട് പറയും ഞാനാണ് ഏറ്റവും ഫേമസ് എന്ന് പറയാൻ പറ്റും. അത് പറയിക്കുന്നത് നമ്മളല്ല, നമ്മുടെ പണമാണെന്ന് മാത്രം. പക്ഷെ അത് ഒരാളുടെ കയ്യിൽ നിൽക്കില്ല. അതൊരു സഞ്ചാരിയാണ്, സഞ്ചരിച്ചു കൊണ്ടേ ഉണ്ടാവും. ആയോ അത്? അപ്പോൾ ഇതേതാണ്ടൊന്ന് വേവട്ടെ, അല്ലേ? വെന്തോ? ഇത് വെന്തു. ഇനി നമുക്ക് ഈ നാളികേരം ഇടാം. ചതച്ച നാളികേരം കേട്ടോ, ജീരകം നാളികേരം കൂടി ചതച്ചതാണ്. അതിടാം. അതിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് വറവിടാം. ഇത്രയേ ഉള്ളൂ. ശരിയൊക്കെ അങ്ങനെയല്ലേ. പിന്നെ ഇത് നന്നായിട്ട് ഉടയ്ക്കണവർക്ക് ഉടയ്ക്കുക. പക്ഷെ ഇവിടെ ഇങ്ങനെ ഉടയുന്നത് വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ചിലർക്ക് ഇതെന്താ പറഞ്ഞാൽ നന്നായി ഉടയണം. ഇവിടെ നല്ലോണം വെന്താൽ മാത്രം മതി, കഷ്ണം അങ്ങനെ കിട്ടണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടയ്ക്കാൻ. നിങ്ങൾ നന്നായിട്ട് ഉടച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യും. പക്ഷെ ഇവിടെ ആർക്കും ഈ ഉടയുന്നത് അത്ര താല്പര്യമില്ല. അപ്പോൾ കണ്ടില്ലേ, ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വറവിടുന്നതേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ജീവിതം ഒരു യാത്രയാണ്. അപ്പോൾ യാത്രയിൽ ഉടനീളം ദുഃഖവും സന്തോഷവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില തമാശകൾ, നമ്മൾ തന്നെ ചിലപ്പോൾ തമാശക്കാരാവും, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ചില തമാശക്കാർ വരും. ഇതെല്ലാം പറയുകയാണെങ്കിൽ പൂർണ്ണമായ ഒരു സിനിമയെ പോലെയാണ്. അതിൻ്റെ ഡയറക്ടർ എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീനടക്കം അടുത്ത സീനടക്കം നേരത്തെ തന്നെ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി പറയില്ല. ആ നിമിഷം റോള് അറ്റാക്ക്. ഇതിൻ്റെ മെയിൻ ക്യാമറ മൂപ്പൻ്റെ 2 കണ്ണൻ്റെ തോന്നുന്നു. മൂപ്പൻ്റെ കണ്ണിന് മൊത്തം ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നോ പറയും. പിന്നെ എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ പറയണമെന്നറിയോ, ഈ സ്വർഗം നരകം അങ്ങനെ ഒരു സംഭവമൊന്നും ഇല്ല.
നീ മുഴുവനും ഇവിടെ അനുഭവിച്ചിട്ടുണ്ടാവും. പൂർണ്ണമായി സന്തോഷം അനുഭവിച്ചിട്ട് ഒരാളെ ഭൂമി വിട്ട് പോവില്ല, പൂർണ്ണമായി ദുഃഖം അനുഭവിച്ച ഒരാളെ ഭൂമിയിൽ ജീവിക്കില്ല. അപ്പം നരകവും സ്വർഗവും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ തന്നെ അത് കഴിഞ്ഞു പോകും. അവിടെ എണ്ണയിൽ വറക്കാൻ ബോണ്ടക്കച്ചവടം ചെയ്യാനൊന്നും ആരും അവിടെ ഇല്ല. അതുപോലെ സ്വർഗത്തിന് എന്തൊക്കെയാ ആരൊക്കെയാ ഇന്ദ്രനോ ചന്ദ്രനൊക്കെ ഉണ്ട് പറയില്ലേ. അവിടെ എന്തോ നാട്യം ചെയ്യുന്ന 3 സുന്ദരിമാരൊക്കെ ഇല്ലേ, എന്താ അവൻ്റെ പേര്, റംഭ, മേനക, ഉർവശി, തിലോത്തമ അല്ലേ. ഇവരൊക്കെ ഏജായി ഉണ്ടാവും, അവർക്കൊന്നും ഇപ്പൊ കളിക്കാനും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്നും വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്ത് കന്യകമാരാണ് കൈകാലി മെയിനൊക്കെ വരും. അപ്പൊ അവരൊക്കെ അവിടെ അങ്ങനെ തന്നെ കളിച്ചുകൊണ്ടുണ്ടാവും, സ്വർഗത്ത് പോവാന്നൊന്നും വിചാരിക്കരുത്. പിന്നെ യമധർമ്മരായ എന്ന് പറയണത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് നിങ്ങളെ യമൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, മൂപ്പർക്ക് അവിടെ ബോണ്ട കച്ചവടം ഒന്നും അല്ല. ഏത് നേരം എണ്ണയിലിട്ട് വറക്കാനും ആണി അടിക്കാനും കാർപ്പൻറ്റർമാരൊന്നും അവിടെ വെച്ചിട്ടില്ല. ഇതൊക്കെ വെറുതെയാണ്. ഇവിടെ ജീവിച്ച ഇവിടെ അവസാനിച്ചു. സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെ. പിന്നെ മനുഷ്യനാവണ വേണ്ടെന്നൊരു ചോദ്യം ചിലപ്പോൾ ചോദിക്കായിരിക്കാം ഭഗവാൻ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് പറയൂ, ഇത് വേണോ, അല്ലെങ്കിൽ വേറെ വല്ലതും ആയാൽ എന്ന് ആ സർവശക്തനോടൊന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാന്നാണ് തോന്നുന്നത്. അപ്പൊ എന്താണ് നല്ലതെന്ന് തീരുമാനിച്ചതാവുകയാണ് നല്ലത്. അല്ല, ഒന്നന്മാരേക്കണം. വർഷങ്ങളായിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയല്ലമ്മ. എന്ത് ദേവകന്യകമാരാണെങ്കിലും അവർക്കും ഉണ്ടാവില്ല മറ്റു റെസ്റ്റൊക്കെ വേണ്ടപ്പോൾ അവർക്ക്. അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, അതൊക്കെ അവിടെ പോകുന്ന സമയത്ത് നോക്കിയാൽ പോരെ. ഇപ്പം അതിനെപ്പറ്റി ഒരു ചിന്തയൊന്നും വേണ്ട. പക്ഷെ എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്ത്, അത് വേറൊന്നുമില്ല, തെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി വെറുതെ ഒരു കാരണന്മാർ വെച്ചിട്ട് പോയൊരു രീതിയാണ്. എഴുതി വെച്ച് തെറ്റ് ചെയ്യരുത്, ശ്രദ്ധിച്ചോ സൂക്ഷിച്ചോ. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിന് ഇവിടെ തന്നെ ശിക്ഷ കിട്ടും. അതിന് അവിടേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദോഷം മറിച്ചിടുന്ന നേരം കൊണ്ട് ജീവിതം മാറി മറിയുന്നത്രേ ഉള്ളൂ നമ്മുടെ ജീവിതമൊക്കെ. അപ്പോൾ ഒന്നും അവിടെ പോയിട്ട് അനുഭവിക്കാമെന്ന് വന്നിട്ട് ഇവിടെ എന്തും ചെയ്തിട്ട് പോകാമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ ഇവിടെ തന്നെ അനുഭവിക്കേണ്ടി വരും നമുക്കൊക്കെ. ഇല്ല, എന്തത്ര അത് ഇടയ്ക്ക് ഞാൻ പറയുമോ പറയണ്ട, നീ അങ്ങനെ വെറുതെ ഒന്നും പറയണ്ട കേട്ടോ. അവിടെ പറ്റിയമ്മ ഞാൻ കാണിച്ചു തന്നു അമ്മയ്ക്ക്. അമ്മ കള്ളം പറയാതമ്മ, ഞാൻ കാണിച്ചു തന്നില്ലേ അമ്മ? അത് ഞാൻ കാണിച്ചു തന്നല്ലോ മുറി. അമ്മ നഖം എന്താ പൂർണ്ണമായിട്ട് വെട്ടാത്തമ്മ? എന്തിന്? എന്തിഷ്ടം? അത് ശരി, നഖം വെച്ച് നടക്കാൻ അമ്മ എന്താ കരടിയോ പുലിയോ വല്ലതോ? ഇതൊക്കെ എവിടുന്നമ്മ ദുഷ്യയിലൊക്കെ പഠിക്കണത്? കുറച്ച് നഖം വേണം. എന്തിനാണത്? തല മാന്താനോ? ഇതാണ് എരിശ്ശേരി മത്തങ്ങയും പയറും. അപ്പോൾ ഇത് ഓണത്തിന് ഇതൊന്നും ഉണ്ടാക്കി നോക്കും. ഇതുപോലെ ഒരുപാട് ഉടയ്ക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. അതിനൊരു പ്രത്യേക സ്വാദം. ഒരുവിധം എല്ലായിടത്തും പോകുമ്പോൾ കൂടുതൽ ഉടഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരു പയറ് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു അരപ്പ് മാതിരി ഉണ്ടാവും. പക്ഷെ അതിനേക്കാളും എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം. തീർച്ചയായിട്ടും എല്ലാവരും പറയും ഇങ്ങനെയാണ് നല്ലത്. കാരണം പച്ചമത്തനല്ലേ, പഴുത്ത മത്തങ്ങയാണെങ്കിൽ അത് ഉടഞ്ഞാണ്ട് പോകും. അപ്പൊ അതിന് തോലൊക്കെ കളയില്ലേ, അത് ഈ ഉടച്ചു വെക്കുന്ന ഒരു പഴുത്ത മത്തങ്ങ കൊണ്ടാണ് തോന്നുന്നുണ്ട്. അത് തോലൊക്കെ കളഞ്ഞിട്ടാണ്. പക്ഷെ തോല് കുറച്ചുള്ള ഈ പച്ചമത്തങ്ങ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് എരിശ്ശേരി മത്തങ്ങയും പയറും. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് അമ്മ ഇതും കൂട്ടി കഴിക്കാൻ നിങ്ങൾ എന്തായാലും വിളിക്കും. ഇത് നല്ല സ്വാദം ഉണ്ടാവും. ഞാനിതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഓംലെറ്റ്, പിന്നെ മോര് കാച്ചിയത്, അതും പപ്പടം, പിന്നെ പുളിയിഞ്ചി, നാരങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂട്ടി ചോറ് തരാം.